أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഇന്ന് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം കഴിഞ്ഞ ദർസിൻ്റെ തുടർച്ചയാണ്. ഖുലഫാഉർ റാഷിദൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായി വൃന്ദത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ 4 ഖലീഫമാർ, അവരെയാണ് ഖുലഫാഉർ റാഷിദൂൻ, സച്ചരിതരായ പിൻഗാമികൾ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. സഹാബിമാരെ സംബന്ധിച്ചും ഖിലാഫത്തുർ റാഷിദയെ സംബന്ധിച്ചും ഒരു മുഖവുര എന്ന നിലയിൽ കഴിഞ്ഞ ദർസിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഖിലാഫത്തുർ റാഷിദയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സച്ചരിതരായ പിൻഗാമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടാകുന്നതും അവരുടെ പ്രാധാന്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മുൻകൂട്ടി അറിയിച്ച വസ്തുതയാണ്. റസൂലുള്ളാഹി പറയുകയുണ്ടായി, ഖിലാഫത്തുൻ നുബുവത്തി 30 സന, പ്രവാചകത്വത്തിൻ്റെ പിന്തുടർച്ച, പ്രവാചകത്വ മാതൃകയിലുള്ള ഭരണം 30 വർഷമാണ്. പിന്നീട് രാജഭരണമായിരിക്കും നിലവിൽ വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകൂട്ടി അറിയിച്ചതായിരുന്നു. നമ്മൾ കണക്കുകൂട്ടി നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ രൂപത്തിൽ ഹിജ്റയുടെ 40-ാം വർഷം ഖിലാഫത്ത് നുബുവത്ത് അവസാനിച്ചു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തോടുകൂടി പിന്നീട് 6 മാസമായിരുന്നു കഷ്ടിച്ചുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ വേണമെങ്കിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തെ കൂടി നമ്മൾക്ക് ഉൾപ്പെടുത്താം. മുസ്ലിമീങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിലുണ്ണിയുമായിരുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. പക്ഷേ അദ്ദേഹം നേരെ ചെയ്തത്, അതിന് തൊട്ട് മുമ്പ് ഇസ്ലാമിക സമൂഹത്തിൽ 2 ചേരിയായി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു പല കാരണങ്ങളാലും. അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഏതായിരുന്നാലും ഹസൻ റളിയല്ലാഹു അൻഹു നേരെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന, അതായത് അലി റളിയല്ലാഹു അൻഹുവിനോട് അഭിപ്രായ വ്യത്യാസത്തിലായിരുന്ന മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് പുറപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ പോരാടി വകവരുത്താൻ വേണ്ടിയല്ല, മറിച്ച് പോരാടണമെങ്കിൽ പോരാടാം, അതിനുള്ള തയ്യാറെടുപ്പുണ്ട്. പക്ഷേ അദ്ദേഹം നേരെ ചെയ്തത്, നിങ്ങളെ മുസ്ലിമീങ്ങളുടെ ഖലീഫയായി ഞാനിതാ ബൈഅത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ്. അതിനെയാണ് ആമുൽ ജമാഅ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഹിജ്റയുടെ 40-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മിമ്പറിൽ പ്രഭാഷണം ചെയ്യവേ ഹസൻ റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പള്ളിയിലേക്ക് കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി ഹസൻ റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, ഇന്ന ബിനി ഹാദാ ല സയ്യിദ്, എൻ്റെ ഈ മകൻ ഒരു നേതാവാണ്. വലഅല്ലല്ലാഹു അൻ യുസ്ലിഹ ബൈന ഫിഅത്തൈനി അദീമത്തൈനി മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്കിടയിലെ 2 ചേരികൾക്കിടയിൽ അള്ളാഹു ഇവനെ കൊണ്ട് സന്ധി ഉണ്ടാക്കിയേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നു. ഇമാം ബുഖാരിയും മറ്റുമൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ ആ വസ്തുത കാണാൻ പറ്റും. ആ പറഞ്ഞ രൂപത്തിൽ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹു
മുസ്ലിമീങ്ങളെ ഒന്നിപ്പിച്ചു. ആ വർഷം പിന്നീട് മുസ്ലിംകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അതാണ് ആമുൽ ജമാ എന്ന് ആ വർഷം മുതൽ അറിയപ്പെടാനുണ്ടായ കാരണം. ഏതായിരുന്നാലും ഈ 30 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് ഹിജ്റയുടെ 10-ാം വർഷത്തിലാണ്. പിന്നീട് 30 വർഷം കൂട്ടിയാൽ ഹിജ്റയുടെ 40-ാം വർഷം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്ത് പ്രവചനം പോലെ തന്നെ ഖിലാഫത്തു നബുവത്തി 30 സന അത് അവസാനിച്ചു. പിന്നീട് രാജാക്കന്മാരും അമീറന്മാരുമായിരിക്കും ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആ രൂപത്തിൽ തന്നെയാണ് പിന്നീട് നാം കണ്ടുവരുന്നതും. അവർക്കൊക്കെ അനുസരണ പ്രതിജ്ഞ ചെയ്യേണ്ടതും പ്രതിജ്ഞ ചെയ്താൽ അത് പാലിക്കേണ്ടതും നിർബന്ധമാണ് എന്നതൊക്കെ മറ്റ് ഫിഖ്ഹിയായ വശങ്ങളാണ്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അനാചാരങ്ങളും പൊട്ടിപ്പുറപ്പെട്ടാൽ റസൂലുള്ളാഹി പറഞ്ഞ പരിഹാരം ഇന്നഹു മൻ യഈശു മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി. നിങ്ങളിൽ എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾക്ക് മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരുപാട് കലാപങ്ങളും പുതിയതായ ആചാരങ്ങളും കണ്ടെത്താൻ സാധിച്ചേക്കാം. അങ്ങനെ കാണുന്ന വശം നിങ്ങൾ ചെയ്യേണ്ടത് അലൈക്കും ബി സുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കുക, വസുന്നത്തി ഖുലഫാഇർ റാഷിദീൻ, എൻ്റെ സച്ചരിതരായ അനുയായികളെയും നിങ്ങൾ മുറുകെ പിടിക്കുക, അവരുടെ സുന്നത്തിനെയും. ഭരണപരമായ കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ ദീനിൽ അവർ പ്രത്യേകിച്ച് സുന്നത്തുകളൊന്നും ഒരാൾക്കും നിർമ്മിക്കുവാനുള്ള അധികാരമില്ല എന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഏതായിരുന്നാലും ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി അറിയിച്ചു എന്ന് സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വസിയത്തായിക്കൊണ്ട് യഖ്തദു ബില്ലദീന മിൻ ബഅദി അബൂബക്കർ വ ഉമർ, എൻ്റെ കാലശേഷം നിങ്ങൾ തുടരുക. ആരെ? 2 വ്യക്തികളെ, അബൂബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമ. അബൂബക്കറിനെയും ഉമറിനെയും നിങ്ങൾ തുടരുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തിരുന്നു. ഖുർആനിന്റെ അവരെ സംബന്ധിച്ചുള്ള പ്രശംസാവാചകങ്ങൾ ഒരുപാടുണ്ട്. അതിലേക്ക് പ്രവേശിക്കാൻ വിശാലമായി തന്നെ പറയേണ്ടി വരും. സഹാബികൾ എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അള്ളാഹു പറഞ്ഞതുപോലെ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ല്ലേ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളായും അൻസാരികളായും ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന സാബിഖീങ്ങൾ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പിന്നീട് അവരുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് മുസ്ലിമായ ആളുകൾ. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിലും ശറഇലും വിധിയിലും അവരും സംതൃപ്തി അടഞ്ഞിരിക്കുന്നു എന്ന് അള്ളാഹു മുൻകൂട്ടി തന്നെ സർട്ടിഫൈ ചെയ്തിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അള്ളാഹു പ്രീതിപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി ഹദീസുകളും ആയത്തുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ആദ്യമായി അറിയിക്കുന്നത് ആരുടെ പ്രസിദ്ധിയും പ്രസക്തിയുമാണ്? ഖുലഫാഉർ റാഷിദുകളുടെ. കാരണം വസ്സാബിഖൂനൽ അവ്വലൂൻ, സാബിഖീങ്ങളാണ് മുഹാജിരീങ്ങൾ. അതേപോലെ തന്നെ ആ മുഹാജിറുകളുടെ കൂട്ടത്തിലെ 1-ാം സ്ഥാനക്കാരാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അതൊക്കെ അവരെ സംബന്ധിച്ച് കൂടിയുള്ള പ്രശംസകളാണ്. അവരുടെ ഭരണത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന്റെ അത് അവസാനിച്ചു. പിന്നീട് അതിന്റെ ആ പ്രയോഗവൽക്കരണമാണ് യഥാർത്ഥത്തിൽ ഈ ഖുലഫാഉർ റാഷിദുകൾ നടപ്പിലാക്കിയത്. ഇസ്ലാമിനെ സംബന്ധിച്ച് ശരിയായി ഒരാൾ മനസ്സിലാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും അള്ളാഹുവിന്റെ കിതാബും പഠിക്കണം. അതോടൊപ്പം അതിന്റെ പ്രയോഗവൽക്കരണം എങ്ങനെയാണ് എന്ന് കണ്ടെത്തേണ്ടത് ഖുലഫാഉർ റാഷിദുകളുടെ ചര്യ മനസ്സിലാക്കിക്കൊണ്ടാണ്. അത് മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് അതിന്റെ പ്രയോഗവൽക്കരണം എന്ന് മനസ്സിലാക്കുക പ്രയാസമാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ രാഷ്ട്രീയ വശങ്ങൾ, അതിന്റെ സാമ്പത്തിക വശങ്ങൾ, സൈനിക വശങ്ങൾ, അങ്ങനെ ഏതേത് മാർഗത്തിലൂടെ പരിശോധിച്ച് നോക്കിയാലും നമ്മൾക്ക് ആ ഖിലാഫത്തുർ റാഷിദയിൽ ഉത്തമമായ മാതൃക കണ്ടെത്താൻ പറ്റും. അതാണ് അതിന്റെ പ്രസക്തി. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമുക്ക് കാണിച്ചു തന്ന മാതൃക നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ലോകർക്ക് പ്രബോധനത്തിന്റെ കാര്യത്തിൽ, യുദ്ധത്തിന്റെ കാര്യത്തിൽ, സമാധാനത്തിന്റെ കാര്യത്തിൽ, സാമ്പത്തിക വശങ്ങളിൽ, കുടുംബത്തെ നയിക്കേണ്ട വിഷയത്ത് ഏത് രൂപത്തിൽ നോക്കിയാലും ഒരു യോദ്ധാവ് എന്ന നിലയിൽ, പോരാളി എന്ന നിലയിൽ, രാജാവ് എന്ന നിലയിൽ, ഭരണാധികാരി എന്ന നിലയിൽ, അവർ രാജാക്കന്മാരായിരുന്നില്ല, ഖലീഫമാരായിരുന്നു, അനുയായികൾ എന്ന നിലയിൽ അതൊക്കെ മാതൃകയായി നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ആ 30 വർഷം. അതുകൊണ്ട് തന്നെ ഇസ്ലാമികളിൽ അതിന്റെ പ്രസക്തി അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ, നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാം എവിടെയുണ്ട്, എവിടെ നടന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ഈ 30 വർഷത്തേക്കാണ്. അതാണ് അതിന്റെ പ്രസക്തി.
ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ലോകം എന്ന് പറയുന്ന ലോകത്തിന്റെ 2/3 ഭാഗവും ഈ 30 വർഷത്തിനുള്ളിൽ സഹാബിമാരെ ദീനെത്തിക്കുകയും ഇസ്ലാമിനെ കീഴടങ്ങുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് അമേരിക്ക കണ്ടുപിടിച്ചിട്ടില്ല, അങ്ങനെ ഒരു ലോകമുള്ളതായി ലോകർക്ക് അറിയില്ല. അന്ന് അറിയപ്പെട്ടിരുന്ന ലോകത്തിന്റെ മിക്ക വശവും സഹാബിമാരെത്തുകയും അവിടെ ദീന് പ്രബോധനം ചെയ്യുകയും ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാലോചിക്കുമ്പോഴാണ് അവരുടെ മുന്നേറ്റത്തെ സംബന്ധിച്ച് നമ്മൾക്ക് വിലയിരുത്താൻ സാധിക്കുക. ഇന്ന് 1400 വർഷത്തിന് ശേഷം നമ്മൾ എത്ര പുരോഗതിയിലെത്തിയിട്ടും അവരുടെ പകുതി സ്ഥലത്തേക്ക് പോലും നമ്മൾക്ക് ശരിയായ രൂപത്തിൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന ദൗർബല്യമാണ് നമ്മൾക്ക് പറയാനുള്ളത്. അപ്പോഴാണ് അവരുടെ വേഗതയും അവരുടെ ആസൂത്രണവും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റുക. അവരുടെ കൂട്ടത്തിലെ 1ാം സ്ഥാനക്കാരനായിരുന്നു നമ്മൾ ഇന്നു മുതൽ പറയാൻ ആരംഭിക്കുന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ സിദ്ദീഖാണ് എന്ന് മാത്രം അല്ല, ലോകരിൽ തന്നെ മാ തലഅത്തി ശംസു വലാ ഗറബത് അലാ റജുലിൻ അഫ്ളല മിൻ അബീ ബക്കർ ബഅദൽ അംബിയാഇ വൽ മുർസലീൻ. പ്രവാചകന്മാർ കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖിനേക്കാൾ ശ്രേഷ്ഠനായ ഒരാളുടെ തലയിലും സൂര്യൻ ഉദിച്ചിട്ടില്ല. അബൂബക്കറിനേക്കാൾ നല്ലൊരു വ്യക്തിയും ഭൂമിയുടെ പുറത്തുകൂടി നടന്നിട്ടില്ല. ആർക്ക് ശേഷം? പ്രവാചകന്മാർക്ക് ശേഷം. അപ്പൊ എല്ലാ ഉമ്മത്തിലെയും അനുയായികളുടെ കൂട്ടത്തിൽ 1ാം സ്ഥാനക്കാരൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് ലോകത്തെ മുഴുവൻ ഒരു വശത്ത് നിർത്തി അള്ളാഹു പ്രശംസിച്ചത്. എവിടെയാണ്? സൂറത്ത് തൗബയിൽ ഹിജ്റയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറയാൻ, ഇല്ലാ തൻസുറൂ ഫഖദ് നസറഹുല്ലാ, നിങ്ങളാരും സഹായിക്കാതെ മാറി നിന്ന സമയത്ത് ഫഖദ് നസറഹുല്ലാ, അദ്ദേഹത്തെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. എപ്പോ? സാനിയസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. രണ്ടുപേരും ഗുഹയിലായ സമയത്തിൽ രണ്ടാമൻ ഒന്നാമനോട് കൂട്ടുകാരനോട് ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു, സാനിയസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി, കൂട്ടുകാരനോട് അയാൾ പറഞ്ഞു, ലാ തഹ്സൻ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. കാരണം എന്താ? ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഏത് സന്ദർഭത്തിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗർ ഗുഹയിൽ അഭയം പ്രാപിച്ച ഹിജ്റയ്ക്ക് വേണ്ടി ഒളിച്ചോടുന്ന രംഗത്ത് അവിടെ തങ്ങിയിരിക്കുകയായിരുന്നു 3 ദിവസം. ആ സമയത്ത് ഖുറൈശികളുടെ ഇനാം വാങ്ങാൻ വേണ്ടി 4 പാടും ആളുകൾ ഓടുകയാണ്. കുതിര ആൾക്കാരും തെരച്ചിലുകാരും ഒക്കെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ആ സമയത്ത് അവര് സൗർ ഗുഹയുടെ മുകളിലെത്തി. ഗുഹയുടെ മുകളിലുള്ള പാറക്കല്ലിൽ ശത്രുക്കൾ കയറി നിന്ന് 4 പാടും വീക്ഷിക്കുകയാണ്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഭയം വന്നു. അദ്ദേഹം റസൂലുള്ളാഹിനോട് പറയാൻ, ലൗ നദറ അഹദുഹും ഇലാ മൗദിഅ ഖദമൈഹി ലഅബ്സറനാ, അവരിൽ ആരെങ്കിലും ഒരാൾ താഴേക്കൊന്ന് നോക്കിയാൽ അള്ളാഹുവിന്റെ ദൂതരെ നമ്മളെ പിടിക്കപ്പെടുമല്ലോ, നാം പിടിക്കപ്പെടുമല്ലോ, നമ്മളെ കണ്ടെത്തുമല്ലോ. പക്ഷെ അവർ നോക്കുന്ന എങ്ങോട്ടാണ്? ദൂരത്തേക്കാണ് എല്ലാവരും തിരയുന്നത്. ആ സമയത്താണ് ഇത് യഖൂലി സാഹിബിഹി, കൂട്ടുകാരനോട് പറയുന്നത്, ലാ തഹ്സൻ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നമ്മൾ പിടിക്കപ്പെടില്ല. കാരണം എന്താ? ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത്. ഇമാം ഷാബി പറയാറുണ്ടായിരുന്നു, ഈ സമയത്ത് ഈ ആയത്തിലൂടെ ലോകരെ മുഴുവൻ അള്ളാഹു ആക്ഷേപിക്കുകയും ഒരാളെ മാത്രം അള്ളാഹു പ്രശംസിക്കുകയും ചെയ്തു. പ്രശംസിച്ചത് ആരെയാണ്? അബൂബക്കർ സിദ്ദീഖിനെ. ഇല്ലാ തൻസുറുഹു, നിങ്ങൾ ആരും സഹായിച്ചിട്ടില്ല, അവരെ സഹായിച്ചത് ആര് മാത്രമാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിൽ അദ്ദേഹത്തിലുള്ള പ്രശംസാവാചകമുണ്ട്. അതേപോലെ തന്നെ നിരവധി സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു നിഴലായി പ്രവർത്തിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സ്ഥാനവും അദ്ദേഹത്തിന്റെ പദവിയും സഹാബികൾക്ക് നന്നായി തിരിച്ചറിയാമായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബയ്യത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സഹാബിമാർ ഖലീഫയായി ബയ്യത്ത് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആദ്യം അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടാം. വ്യക്തി വിശേഷം എന്താണ്? അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ തറവാട്, അദ്ദേഹത്തിന്റെ അപരനാമങ്ങൾ, അപദാനങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ നമ്മൾക്ക് പറയാം. നമ്മളെന്നും പറഞ്ഞിട്ട് പറയേണ്ട കാര്യമില്ല. പറഞ്ഞാൽ നമുക്ക് വല്ല സ്ഥാനം കിട്ടും. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ്. നമ്മളുടെ പറയൽ കൊണ്ടല്ല അതിന് ഭംഗിയുണ്ടാകുന്നത്, മറിച്ച് അത് പറയൽ കൊണ്ടാണ് നമ്മൾക്ക് ഭംഗിയായി വരുന്നത്. അല്ലാഹു അക്ബർ. അങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങളാണ്.
നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് പരാമർശിക്കാൻ പോലും നമ്മൾ അർഹരല്ല എന്നതാണ് വസ്തുത. പക്ഷേ പഠിക്കാൻ വേണ്ടി നമ്മളത് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നത് കബൂൽ ചെയ്യുമാറാവട്ടെ. ഒന്നാമതായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് നമ്മൾക്കറിയാം. അദ്ദേഹത്തിന്റെ പേര് അബൂബക്കർ അല്ലേ? അങ്ങനെയാണ് നമ്മൾക്ക് പ്രസിദ്ധമായി അറിയപ്പെട്ടിട്ടുള്ള പേര്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് അബൂബക്കർ എന്നല്ല, പിന്നെയോ അബ്ദുള്ള എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരോ അബൂ ഖുഹാഫ എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഉസ്മാനി എന്നാണ്. അപ്പോ അബൂബക്കർ സിദ്ദീഖിന്റെ പേര് അബ്ദുള്ള, പിതാവിന്റെ പേര് ഉസ്മാൻ. അവരുടെ പിതാവിന്റെ പേര് ആമിർ ഇബ്നു അംർ ഇബ്നു കഅബ് ഇബ്നു സഅദ് ഇബ്നു തൈമ് ഇബ്നു മുറ ഇബ്നു കഅബ് ഇബ്നു ലുഐ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏഴാമത്തെ പിതാവ് മുറ ഇബ്നു കഅബ് ഇബ്നു ലുഐ ഇബ്നു ഗാലിബ് ഇബ്നു ഫിഹർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏഴാമത്തെ പിതാമഹനിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാക്കന്മാര് കൂടിച്ചേരുന്നത്. അപ്പൊ റസൂലും അവരും ആരെന്നെയാണ്? ഖുറൈശികളാണ്, അദ്നാനികളാണ്. ഖുറൈശികൾ എന്ന് പറയുന്നത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 13ാമത്തെ പിതാമഹൻ നളർ ഇബ്നു കിനാന, അവരെയാണ് ഖുറൈശ് എന്ന് വിളിക്കുന്നത്. ചില ചരിത്രകാരന്മാർ പറയുന്നത് അതല്ല, റസൂലിന്റെ 11ാമത്തെ പിതാവ് ഫിഹറിന്റെ അപരനാമമാണ് ഖുറൈശ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഖുറൈശിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹൻ എത്തിച്ചേരുന്നു ഏഴാമത്തെ. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേര് ഉമ്മുൽ ഖൈർ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന സൽമ ബിൻതു സഹർ ഇബ്നു ആമിർ ഇബ്നു അംർ ഇബ്നു കഅബ് ഇബ്നു സഅദ് ഇബ്നു തൈം ഇബ്നു മുറ ഇബ്നു കഅബ് ഇബ്നു ലുഐ. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് കല്യാണം കഴിച്ചിട്ടുള്ളത് എളാപ്പയുടെ അല്ലെങ്കിൽ പിതൃവിന്റെ മകളെ തന്നെയാണ്. അപ്പൊ രണ്ടുപേരും വല്യുപ്പായിൽ ഒത്തുചേരുന്നു. അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏഴാമത്തെ പിതാമഹൻ മുറയിൽ ഒത്തുചേരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ നസബിന്റെ പരമ്പരയുടെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖും തമ്മിൽ പിന്നെ കുടുംബപരമായി യോജിപ്പുള്ള ആളുകളാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ തറവാടും. ഇസ്ലാമിക ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് അബൂബക്കർ സിദ്ദീഖ് എന്ന പേരിലാണ്. അബൂബക്കർ എന്ന് പറഞ്ഞാൽ കുനിയത്താണ്, വിളിപ്പേര്. അതായത് ഒരു വ്യക്തിയെ അബ്, ഇബ്ന്, അഹ്, ഉഖ്ത് എന്നൊക്കെ ചേർത്ത് പറയാറുണ്ട്. അബൂ ഖുഹാഫ, ഇപ്പൊ അബൂബക്കർ എന്ന് പറഞ്ഞതുപോലെ അബൂ ഹഫ്സ്, അങ്ങനെ വിളിച്ചു പറയാറുണ്ട്. അതിന്റെ പേരാണ് കുനിയത്ത് എന്ന് പറയുന്നത്. കുനിയത്തായി വിളിക്കപ്പെടുന്നത് അബൂബക്കർ എന്നാണ്. അതായത് ബക്കറിന്റെ പിതാവ്. യഥാർത്ഥത്തിൽ ബക്കർ എന്നൊരു മകൻ ആർക്കില്ല? അബൂബക്കർ സിദ്ദീഖിനില്ല. പിന്നെ അങ്ങനെ വിളിക്കപ്പെടുകയാണ്. അബൂ തുറാബ് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുന്നു. എന്താ കാരണം? അതായത് അദ്ദേഹം മണ്ണിൽ കിടന്ന കാരണത്താലാണ്, അല്ലാതെ മണ്ണിന്റെ പിതാവായതുകൊണ്ടല്ല. ഇതേപോലെ ബക്കർ എന്ന പേരിനർത്ഥം ഈ പാലുകൂടി നിർത്തിയ ഒട്ടകത്തിന്റെ കുട്ടിയാണ്. ആ നല്ല പിന്നെ പിടിക്കാൻ കിട്ടാത്ത പ്രായമുണ്ടല്ലോ, വലിച്ചു ഓടുന്ന കിടാവിനെയാണ് ബക്കർ എന്ന് പറയാ. അദ്ദേഹത്തിന്റെ ശൂരത്വം കൊണ്ടോ അല്ലെങ്കിൽ ധൈര്യം കൊണ്ടോ പിന്നെ മുന്നേറ്റം കൊണ്ടോ ഒക്കെ ആയിരിക്കാം ആ രൂപത്തിൽ ജാഹിലിയത്തിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഏതായിരുന്നാലും എന്താണ് അങ്ങനെ വിളിക്കാനുള്ള കാരണമെന്നറിയില്ല. അദ്ദേഹത്തിന് ബക്കർ എന്ന പേരിൽ ഒരു മകനില്ല എന്നതാണ് സത്യം. അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലത്തിലുണ്ടായിരുന്ന സ്ഥാനപ്പേര് അതീഖ് എന്നാണ്. ഒരാൾക്ക് തന്നെ പേരുണ്ടാവും, വിളിപ്പേരുണ്ടാവും, പിന്നെ സ്ഥാനപ്പേരുണ്ടാവും. ലഖബ് എന്നാണ് അതിന് പറയാം. വലാ തനാബസൂ ബിൽ അൽഖാബ്, നിങ്ങൾ സ്ഥാനപ്പേര് വിളിച്ച് ആക്ഷേപിക്കരുത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? സ്ഥാനപ്പേര് നല്ലതിനും വിളിക്കാം, ഒരാളുടെ ഷറഫ് പറയാൻ വേണ്ടി, ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടിയും വിളിക്കാം. അപ്പൊ ആക്ഷേപിക്കാനുള്ള പേരാണ് എന്ത് വിളിക്കരുത് എന്ന് ഖുർആൻ ആക്ഷേപിച്ചത്. അല്ലെങ്കിൽ ലഖബ് വിളിക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിൽ തന്നെ ഉണ്ടായിരുന്ന ലഖബാണ് അതീഖ് എന്ന പേര്, എന്ന സ്ഥാനപ്പേര്. അതീഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കർത്ഥം പഴയത്, പുരാതനമായത് എന്നൊക്കെയാണ്. ജാഹിലിയ കാലത്ത് അദ്ദേഹത്തിന്റെ തറവാടിത്വവും സ്ഥാനമൊക്കെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ലഭിച്ച പേരായിരിക്കാം അത്. പക്ഷെ ഇസ്ലാമിലും ആ പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പേരല്ല, ആ സ്ഥാനപ്പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അൻത അതീഖുല്ലാഹി മിനന്നാർ. അതീഖ് എന്ന സ്ഥാനപ്പേര് വരാനുള്ള കാരണം പറയാൻ, നിങ്ങൾ
അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ച വ്യക്തിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പേര് വന്നത് എന്നാണ്. പിന്നീട് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ചരിത്രകാരന്മാരെ ഉദ്ധരിച്ചായി കാണാൻ പറ്റും. അതായത് അദ്ദേഹം സുന്ദരനായിരുന്നു പിന്നെ എന്നൊക്കെ തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെ. ഏതായിരുന്നാലും അദ്ദേഹം അറിയപ്പെട്ടിരുന്ന ലഖബതാണ്. പക്ഷേ ഇസ്ലാം വന്നതോടുകൂടി അതീഖിലേറെ അറിയപ്പെട്ടത് സിദ്ദീഖ് എന്ന പേരിലാണ്, എന്ന അപരനാമത്തിലാണ്. എന്താ സിദ്ദീഖ് എന്ന് അറിയപ്പെടാനുള്ള കാരണം? ചരിത്രകാരന്മാർ പറയുന്നത് നിരവധി സന്ദർഭങ്ങളിൽ ആ പേര് അദ്ദേഹത്തിന് വീണിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായ സംഭവം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിജ്റയുടെ തൊട്ടു മുമ്പ് മക്കയിൽ വെച്ച് ഇസ്റാവും മേറാജും ഉണ്ടായി. ആ സമയത്ത് പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളെ അറിയിച്ചു, ഞാൻ ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ പോയി തിരിച്ചെത്തി. അത് കേട്ടപ്പോൾ അവരെല്ലാവരും ആർത്തു വിളിച്ചു, നിന്റെ അസുഖം അപ്പോൾ വെളിപ്പെട്ടു. അവർ കുറെ ആളുകൾ അബൂബക്കറിന്റെ അടുത്തേക്ക് ഓടി, നിന്റെ കൂട്ടുകാരൻ മജ്നൂനാണ്, സാഹിറാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു, തെളിവ് ഇതാ പിടിച്ചോ. പറയണത് ഇന്നലെ രാത്രി 1 മാസം അങ്ങോട്ടും 1 മാസം ഇങ്ങോട്ടും സഞ്ചരിക്കേണ്ട ബൈത്തുൽ മുഖദ്ദസ് പോയി തിരിച്ചു വന്നു എന്നൊക്കെയാണ് നിന്റെ കൂട്ടുകാരൻ പറയുന്നത്, ഭ്രാന്താണെന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം, അവ കാല ദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞോ എങ്കിൽ അത് സത്യമാകുന്നു. ലസദക, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അപ്പൊ അവര് ചോദിക്കാൻ, ബൈത്തുൽ മുഖദ്ദസിൽ ഇന്നലെ രാത്രി പോയി തിരിച്ചു വന്നു എന്ന് നീ വിശ്വസിക്കുകയോ? അബൂബക്കറിന്റെ മറുപടി, ഞാൻ അതിലേറെ വലുത് വിശ്വസിക്കുന്നു. രാവിലെയും വൈകുന്നേരവും വാനലോകത്ത് നിന്ന് ജിബ്രീൽ എന്റെ അടുക്കൽ വരുന്നു എന്ന് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ മുസ്ലിം ആയത്. പിന്നീട് ഒരു രാത്രി ബൈത്തുൽ മുഖദ്ദസ് പോയി വരിക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ ഒരു പ്രശ്നമാണ്. അന്ന് മുതലാണ് സിദ്ദീഖ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വഭാവം ആ ഒരു ഘട്ടത്തിൽ മാത്രമല്ല, ഏത് സന്ദർഭത്തിലും അദ്ദേഹം സിദ്ദീഖായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയതും. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിച്ചു, ആയത്തിറങ്ങിയപ്പോ വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, ധർമ്മം ചെയ്യുന്നവർ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ ഹൃദയത്തിൽ പിടപെടപ്പോടുകൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്, അതാണ് വിശ്വാസികളുടെ സ്വഭാവം എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അഹുമുല്ലദീന യസ്നൂന വയസ്രിഖൂൻ, ഈ പറഞ്ഞത് വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയൊക്കെ ചെയ്തിട്ട് തൗബ ചെയ്യാൻ വേണ്ടി സദക്ക ചെയ്യുന്ന ആളുകളെ പറ്റിയായിരിക്കും, അതല്ലെങ്കിൽ പിന്നീട് പശ്ചാത്തപിച്ച് നമസ്കരിക്കുന്നവരെ പറ്റിയാണോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂല് പറയാൻ, ലാ യബ്നത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ അതല്ല, അവർ സത്യവിശ്വാസികളാണ്, അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വയഖാഫു അല്ലാ യുഖ്ബല മിൻഹും, അതോടൊപ്പം ഞങ്ങളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ലേ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നവരാണ് എന്ന് പറയുകയുണ്ടായി. ഇവിടെ വിളിച്ചത് ഇബ്നത്തെ സിദ്ദീഖ് എന്നാണ്. അതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഉഹദ് മലയിലേക്ക് കയറുകയാണ്, എന്തോ കാര്യത്തിന് വേണ്ടി. അവിടെ കയറുന്ന സുന്നത്തും പറഞ്ഞൊന്നുമില്ല, അവരെന്തോ കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് പോവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്, റസൂലിന്റെ ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്. മലയുടെ മുകളിലെത്തിയപ്പോൾ മലയൊന്ന് കുലുങ്ങി, ചെറിയ ഭൂകമ്പം പോലെ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലുകൊണ്ട് ഒരു ചവിട്ട് മലയിൽ, എന്നിട്ട് പറഞ്ഞു, ഉസ്ബുത്ത് ഉഹദ് ഫമാ അലൈക ഇല്ലാ നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ, നിന്റെ പുറത്തുള്ളത് അള്ളാഹുവിന്റെ ദൂതനാണ്, ദൂതന്റെ കൂടെയുള്ളത് ഒരു സിദ്ദീഖാണ്, 2 ശുഹദാക്കളും. പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ്, ഷഹീദാൻ എന്ന് പറഞ്ഞത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ നാട്ടിൽ ഷഹാദത്ത് വരിച്ചു, അദ്ദേഹം കൊല്ലപ്പെട്ടു. പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മസ്ജിദുൻ നബവിയിൽ തന്നെ അല്ലെങ്കിൽ അതിന്റെ പരിസരത്ത് വെച്ച് അദ്ദേഹവും കൊല്ലപ്പെട്ടു, ഷഹീദായി എന്നത് നമ്മൾക്കറിയാൻ പറ്റും. ഇവിടെയും റസൂൽ പറയുന്നത് സിദ്ദീഖ് എന്നാണ്. ഖുർആനിൽ തന്നെ അദ്ദേഹത്തിനെ അള്ളാഹു സിദ്ദീഖ് എന്ന് വിളിച്ചിട്ടുണ്ട്. വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ, ഖുർആനിൽ പറഞ്ഞതാണ്. വല്ലദീ ജാഅ ബിസ്സിദ്ഖി, സത്യവുമായി വന്നവൻ, വസദ്ദഖ ബിൽ സിദ്ഖി, വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖഹു, ആ സത്യവുമായി വന്നവനെ സത്യപ്പെടുത്തിയവൻ. ആരാണ് ആദ്യം? ഒന്നാമതായി ഒരുപാട് ആളുകളൊന്നും കടന്നു വരുന്നതിന് മുമ്പ് ഇതിൽ ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം അവ്വലു മൻ ആമന മിനർ റിജാൽ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യം മുസ്ലിം ആയത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പുരുഷന്മാരെയാണല്ലോ പരാമർശിക്കുക, സ്ത്രീകളെ ആക്ഷേപിച്ചതല്ല. പൊതുവെ പറയുമ്പോൾ ഒരാൾ വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, നിന്നെ അള്ളാഹ് അയച്ചതാണോ? റസൂൽ പറഞ്ഞു, അതെ. ആരാ എന്റെ കൂടെ ഉള്ളത്?
റസൂലുള്ളാഹിന്റെ മറുപടി ഹുർറുൻ വ അബ്ദുൻ. ആരൊക്കെ ഒപ്പുള്ളത്? സത്യപ്പെടുത്തിയിട്ട് എനിക്ക് സർട്ടിഫൈ ചെയ്യാനുള്ളത് ഒരു സ്വതന്ത്രൻ. ആരാണ്? അബൂബക്കർ. വ അബ്ദുൻ, ഒരു അടിമയും. അതിനു മുമ്പ് തന്നെ മുസ്ലിമായ ഒരു കുട്ടിയുണ്ട്. ആരാണ്? അലി ഇബ്നു അബി താലിബ്. കുട്ടികളെ പരാമർശിക്കാറില്ല. ഒരു സ്ത്രീയുണ്ട്. ആരാണ്? നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പോൾ പരാമർശിക്കുമ്പോൾ ആരെയാണ് പറയാറുള്ളത്? എൻ്റെ കൂടെ ഒരു പെണ്ണ് മുസ്ലിമായിട്ടുണ്ട് എന്നല്ല പറയുക. ഇങ്ങനെ പറയാൻ വിളിക്കാനൊക്കെ പറ്റിയത് ആളുകളായതുകൊണ്ടാണ് ആ രൂപത്തിൽ പരാമർശിച്ചത് എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ പരാമർശിച്ചിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ള ആ വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖഹു ഉലൈക ഹുമുൽ മുത്തഖൂൻ എന്ന അല്ലാഹുവിൻ്റെ തന്നെ ആ പ്രശംസ നമ്മൾക്കവിടെ കണ്ടെത്താൻ പറ്റും. ഏതായിരുന്നാലും ഇതാണ് സിദ്ദീഖ് എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര്. അത് വ്യക്തമായി തെളിയുന്ന ഒരുപാട് രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഹുദൈബിയ സന്ധി നടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതായത് ഹിജ്റയുടെ 6-ാം വർഷം കഅബ തവാഫ് ചെയ്യാനും ഉംറ നിർവഹിക്കാനും വേണ്ടി സഹാബിമാർ വരികയാണ്. 1400 അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ 1500 വരെ സഹാബിമാർ. അവരെ ഹുദൈബിയയിൽ വെച്ച്, നമ്മളുടെ ജിദ്ദക്കാരുടെ ഭാഷയിൽ ഷുമൈസിയിൽ വെച്ച് തടയപ്പെട്ടു. ആ സമയത്ത് മക്കക്കാരുമായി ചർച്ചയുണ്ടായി. ആ തീരുമാനത്തിൻ്റെ അവസാനം ഈ വർഷം മുസ്ലിമീങ്ങൾ ഉംറ ചെയ്യാതെ മടങ്ങിപ്പോവുക, അടുത്ത വർഷം വന്ന് ഉംറ നിർവഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തീരുമാനം അംഗീകരിച്ചു, അതിലൊപ്പിട്ടു. സഹാബിമാരെ മുഴുവൻ കോപിഷ്ഠരായി. ആർക്കെതിരെ? ഈ തീരുമാനത്തിനെതിരെ. ഉമർ റളിയല്ലാഹു അൻഹു കോപത്തോടു കൂടി അബൂബക്കറിന്റെ അടുത്ത് പോയി. എന്നിട്ട് ചോദിച്ചു, അലസ്ന അലൽ ഹക്ക്, നമ്മൾ സത്യമല്ലേ പറയണത്? ഇത് കള്ളത്തരം തട്ടിപ്പാണോ? എന്ത് പൊളിറ്റിക്സാ അത്? നമ്മൾ ഇവിടെ കീഴടങ്ങുകയോ? അല്പസമയം മുമ്പാണ് ബൈഅത്തുർ റിദ്വാൻ, മരണത്തിന് നമ്മൾ പ്രതിജ്ഞ കൊടുത്തത്. മരിച്ചാലും പിരിയുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ബൈഅത്ത് ചെയ്തത് അല്പം മുമ്പാണ്. ഇപ്പൊ റസൂല് പറയണതോ ഈ വർഷം നമ്മൾ ഉംറ നിർവഹിക്കാതെ മടങ്ങിപ്പോവുക. അവലൈസ ഖത്ലാനാ ഫിൽ ജന്ന വ ഖത്ലാഹും ഫിന്നാർ, വല്ല പ്രശ്നവും ഉണ്ടായി നമ്മൾ മരിച്ചാൽ എങ്ങോട്ടാണ്? നമ്മൾ സ്വർഗത്തിലേക്കാണ്. അവര് മരിച്ചാലോ നരകത്തിലാണ്. അപ്പോൾ അബൂബക്കർ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഉമർ നിന്നില്ല. അദ്ദേഹം നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയി. എന്നിട്ട് പിടുത്തം കിട്ടാതെ സംസാരിച്ചു. അദ്ദേഹം റസൂലിനോട് ചോദിച്ചത്, അലസ്ത റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാന്റെ റസൂലല്ലേ? ഫലിമാൻ ഉത്തൽ തനിയത്ത ഫീ ദീനിന, പിന്നെ എന്തൊരു അപമാനാണ് നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ ഇപ്പൊ സഹിക്കണത്. അന്ന് റസൂൽദാനോട് പറയാൻ പറ്റിയ വാക്കല്ല. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൽസം ഗർസഹു യബ്നൽ ഖത്താബ് ഫഇന്നഹു റസൂലല്ലാഹ്. ഖത്താബിന്റെ മകൻ ഉമറേ, റസൂലിന്റെ കാൽക്കൽ വീട് മാപ്പ് പറഞ്ഞു അവിടെ നിന്ന് എഴുന്നേൽക്കാതെ. നമ്മളോട് പിരിഞ്ഞു പോകാൻ പറയുന്നത് അള്ളാഹുവിന്റെ ദൂതനാണ്, വഹ്യിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ശാസിച്ചു അബൂബക്കർ. ഉടനെ ആയത്തിറങ്ങി, സൂറത്ത് ഫതഹ് അല്ലേ? അതാണ് ചരിത്രം. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സത്യപ്പെടുത്തൽ എല്ലാ രംഗത്തും, എല്ലാ സഹാബിമാരും മാറി നിന്നപ്പോഴും സംശയം പ്രകടിപ്പിച്ചപ്പോഴും അദ്ദേഹത്തിനൊരു സംശയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബും തമ്മിൽ ചെറിയൊരു തെറ്റുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയർത്ത് സംസാരിച്ചു ഉമറിനോട്. പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിന് മനസ്സിലായി തെറ്റാണല്ലോ പറഞ്ഞത്, മനുഷ്യന്മാരാണല്ലോ. ഉടനെ പറഞ്ഞു, ഉമറെ എനിക്ക് മാപ്പ് തരണം. ഉമറിന്റെ മറുപടി, മാപ്പ് തരൂല. അദ്ദേഹം നേരെ വീട്ടിൽ പോയി വാതിലടച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിക്കാൻ ചെന്നു, വാതിൽ തുറന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്, പള്ളിയിലേക്ക്. മിനിറ്റുകൾക്കുള്ളിൽ ഉമർ റളിയല്ലാഹു അൻഹു പിന്നിൽ ഓടി വരികയാണ്. അബൂബക്കറെ മാപ്പ് തരണം എന്ന് പറഞ്ഞുകൊണ്ട്, മാപ്പ് തന്നിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഓടുകയാണ്. പക്ഷെ അപ്പോഴേക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് കേസ് എത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിന്റെ വരവ് കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരൻ കോപിച്ചിട്ടുണ്ട്. മുഖത്തു നിന്ന് തന്നെ റസൂൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചു, എന്താണ് പ്രശ്നം? ഇന്നതാണ് കാര്യം. ഞാനൊരു മോശമായ വാക്ക് ഉമറിനോട് പറഞ്ഞു, അത് ക്ഷമിക്കാൻ പറഞ്ഞിട്ട് ഉമർ ക്ഷമിക്കുന്നില്ല. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കോപം കൊണ്ട് ചുവന്ന് തുടുത്തു. അബൂബക്കറിന് മനസ്സിലായി ഇത് റസൂലിനെ അറിയിക്കാൻ പാടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഉമർ അവിടെ എത്തിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു മജ്മഈൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുട്ടുകുത്തി നിന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഞാനാണ് തെറ്റ് ചെയ്തത്, ഞാനായിരുന്നു ക്ഷമ ചോദിക്കേണ്ടത്, ഉമറിന്റെ അടുത്ത് തെറ്റില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞ കാര്യം, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത,
നിങ്ങളെല്ലാവരും അള്ളാഹു എന്നെ റസൂലാക്കി നിയോഗിച്ചപ്പോ നിങ്ങളെല്ലാവരും പറഞ്ഞത് ഞാൻ കള്ളനാണെന്നാണ്. വഖാല അബൂബക്കറിൻ സദഖ്ത, അബൂബക്കർ മാത്രമാണ് നീ സത്യമാണ് പറഞ്ഞത്, എന്നെ സത്യപ്പെടുത്തിയത്. വവാസാനി ബിമാലിഹി വനഫ്സിഹി, സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എന്നെ പ്രതിരോധിച്ചത് അബൂബക്കർ സിദ്ദീഖ് മാത്രമാണ്. ഫഹൽ അൻതും താരിഖൂലി സാഹിബി, ആ ഒരു പരിഗണന വെച്ചുകൊണ്ടെങ്കിലും എന്റെ കൂട്ടുകാരനെ നിങ്ങൾക്ക് വിട്ടുകൂടെ? സഹാബിമാർ ഒന്നടങ്കം പറഞ്ഞു അതെ. പിന്നീട് ഒരിക്കൽ പോലും ഒരു സഹാബിയും അദ്ദേഹത്തിനോട് ആ രൂപത്തിൽ സംസാരിച്ചിട്ടില്ല എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം സഹാബിമാർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് രംഗങ്ങളിൽ നമ്മൾക്ക് അത്തരത്തിലുള്ള ചരിത്രങ്ങളും ഹദീസുകളും കാണാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരായിരുന്നു എന്ത്? സിദ്ദീഖ്. പിൽക്കാലത്ത് ഏറ്റവും അദ്ദേഹത്തിനെ വിളിക്കപ്പെട്ടിട്ടുള്ളതും ആ പേരിലാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ കുടുംബം അങ്ങനെ ഒരു ഐശ്വര്യം നിറഞ്ഞ ബർക്കത്ത് ലഭിച്ച ഒരു കുടുംബം ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ബാപ്പ മുസ്ലിം, മകൻ മുസ്ലിം, പേരമകൻ മുസ്ലിം, അവരുടെ മകനും മുസ്ലിം, അവരെല്ലാവരും സഹാബിമാര്. അല്ലാഹു അക്ബർ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മുഹാജിറുകളുടെ ഒരാളുടെയും ബാപ്പയും ഉമ്മയും ഒരുമിച്ച് മുസ്ലിമായിട്ടില്ല, ഒരാളൊഴികെ. ആരൊഴികെ? അബൂബക്കർ ഒഴികെ. ഒന്നുകിൽ ബാപ്പ മുസ്ലിമായിട്ടുണ്ട്, ഉമ്മ കാഫിർ തന്നെ, അല്ലെങ്കിൽ ഉമ്മ മുസ്ലിമായി ബാപ്പ കാഫിർ. ഒരു മുഹാജിറിന്റെ ഒഴികെ അതാരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അവിടെ നിന്നില്ല അല്ലേ? അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ, അതായത് അബൂ ഖുഹാഫ മുസ്ലിമാണ്, അവരുടെ ഭാര്യയും മുസ്ലിമായിരുന്നു. പക്ഷെ അല്പം വൈകി, ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ് മുസ്ലിമായത്. മക്ക വിജയവേളയിൽ അബൂ ഖുഹാഫയെ കൊണ്ടുവരപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ തല ഇങ്ങനെ നരച്ച് തിളങ്ങിയിരുന്നു എന്നാണ്. അപ്പോൾ പറഞ്ഞത് അല്പം ചോപ്പിക്കാനാണ്, ആ വെളുത്ത ആ പളവളം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അല്പം ഒന്ന് നിറം മാറ്റാൻ പറഞ്ഞിരുന്നു, ഈ കറുപ്പല്ലാത്തത് കൊണ്ട്. അപ്പം അതുകൊണ്ടാണ് പെയിന്റ് അടിക്കുന്ന ആൾക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ചെയ്യേണ്ടത് എന്നുകൂടി നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖിന്റെ മക്കള് അവർ മുസ്ലിമായിരുന്നു. അദ്ദേഹം 4 വിവാഹം ചെയ്തിരുന്നു. അത് ഉറപ്പിച്ചു പറയാൻ, ജാഹിലിയത്തിൽ 3, ജാഹിലിയത്തിൽ 1, ഇസ്ലാമിൽ 3 കല്യാണം ഒരുമിച്ചല്ല. ആദ്യം വിവാഹം ചെയ്തത് ഖതീല ബിൻതു സഅദ് എന്ന മഹദിയെയാണ്. അവർ മുസ്ലിമായിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. ചരിത്രത്തിൽ എവിടെയും അവരെ സംബന്ധിച്ച് കൂടുതൽ പരാമർശങ്ങളില്ല. ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവർ മരിച്ചു പോയിട്ടുണ്ടാവാം. അവരുടെ മക്കളായിരുന്നു ഒന്ന് അസ്മ ബിൻത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. അവരൊക്കെ അവരെന്നെ ഒരു പ്രസ്ഥാനമാണ്. അവരുടെ മകനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. ആരുടെ മകൻ? അസ്മയുടെ. ഹജ്ജാജ് ഇബ്നു യൂസുഫുമായി മക്കയിൽ പോരാടി കൊല്ലപ്പെട്ടു. ആ സമയത്ത് അസ്മയുടെ പ്രായം 100 അടുത്തിട്ടുണ്ട് റളിയല്ലാഹു അൻഹ. ഉമ്മാക്ക് പ്രയാസം ഉണ്ടാകും, പരാജയം മുന്നിൽ കാണുകയാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. ഹജ്ജാജിന്റെ നേതൃത്വത്തിൽ മക്കയെ മാസങ്ങളോളം ഉപരോധിച്ചതിന് ശേഷമാണ് തെറ്റുവില്ലുകൊണ്ട് കഅബയ്ക്ക് നേരെ, അല്ലെങ്കിൽ ഇവരുടെ സൈന്യത്തിന് നേരെ തെറ്റുവില്ലുകൊണ്ട് കല്ലെറിഞ്ഞതാണ്. അങ്ങനെ കഅബ അടക്കം തകർന്നിരുന്നു. ഈ യുദ്ധത്തിൽ പ്രതിരോധിക്കുകയാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അവസാനം ഇനി നിൽക്കക്കള്ളിയില്ല എന്ന സമയത്ത് അദ്ദേഹം അസ്മാ റളിയല്ലാഹുവിന്റെ അടുത്ത് ചെന്നിട്ട് വിടവാങ്ങുകയാണ് മരണത്തിന്. അപ്പൊ അസ്മ കണ്ണില്ല, ഒന്ന് തപ്പി നോക്കിയപ്പോൾ അദ്ദേഹം ധരിച്ചിട്ടുള്ളത് പടയങ്കിയാണ്. എന്താണടാ ബീരു, നീയാണോ ഷഹീദാകാൻ പോകുന്നത്? ഊരി മാറ്റ്. 100-ാം വയസ്സിൽ അസ്മാ റളിയല്ലാഹു അൻഹ മകനോട് പറയാൻ. അങ്ങനെ അദ്ദേഹത്തിനെ ഹജ്ജാജ് കൊന്നു. തലയറുത്തിട്ട് മക്കയിൽ തന്നെ ഈ കഴുമരത്തിൽ നാട്ടി. വിജയശ്രീലാളിതനായ ഹജ്ജാജ് നേരെ അസ്മനോടിന്റെ അടുത്തേക്ക് ആളെ വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വാ, വരുന്നില്ലെങ്കിൽ നിന്റെ മുടി തൂക്കി പിടിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആളെ പറഞ്ഞേക്കും. ഹജ്ജാജ് മഹാകിങ്കരനായിരുന്നു, പോക്കിയായിരുന്നു, നമുക്കറിയാം. അസ്മയുടെ മറുപടി, എന്നാ ആളെങ്ങോട്ട് വിട്, എന്നെ തൂക്കിക്കൊണ്ടാകാൻ പറ്റിയ ആളുണ്ടെന്ന് പറഞ്ഞില്ലേ, അവനെങ്ങോട്ട് പറഞ്ഞയച്ചോ, ഞാൻ വരൂല. അപ്പൊ പിന്നെ ഹജ്ജാജ് നേരെ കോപം കൊണ്ട് അസ്മേനെ സമീപിച്ചു. അസ്മന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ശത്രു, നിന്റെ മകനെ ഞാൻ ചെയ്തത് പോയി കണ്ടോ? അവിടെ തൂക്കിയിട്ടുണ്ട്. ഉടനെ അവരുടെ മറുപടി എന്താണെന്നറിയോ? ആടിനെ അറുത്തിട്ട് തോല് പൊളിക്കുമ്പോൾ വേദന ഉണ്ടാവില്ല. മരണം ആദ്യം കഴിഞ്ഞുപോയി,
നീ ഇനി കഴിമരത്തിൽ നാട്ടിയാലും ദിവസങ്ങളോളം അവിടെ നിർത്തിയാലും ഒരു വേദനയും അദ്ദേഹത്തിനില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അവർ പറഞ്ഞ മറുപടി, നീ ഇബ്നു സുബൈറിനെ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ ദാത്തുൻ നിതാഖൈൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതായി എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ദാത്തുൻ നിതാഖൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയുമോ? ഹജ്ജാജിന് അറിയില്ല. അവരെ പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്ന സമയത്ത് ഭക്ഷണം പൊതിയാൻ, ചോറ് പൊതിയാൻ, അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ പൊതിയാൻ, പാതയം കെട്ടാൻ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടുത്ത വസ്ത്രം അരക്കച്ച കീറി ഒരു ഭാഗം ഞാൻ ഉടുത്തു, ബാക്കി ഭാഗം കൊണ്ടാണ് റസൂലുള്ളാഹിക്കുള്ള പാതയം കെട്ടിക്കൊടുത്തത്. അന്ന് മുതലാണ് എനിക്ക് നിതാഖൈൻ, ദാത്തുൻ നിതാഖൈൻ എന്ന പേര് കിട്ടിയത് എന്ന് പറഞ്ഞപ്പോൾ ഹജ്ജാജാകെ പേടിച്ചുപോയി ആ വാക്ക് കേട്ടപ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരും തമ്മിലുള്ള ബന്ധാണത്. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പ്രവചിച്ചിട്ടുണ്ട്, സയകൂനു ഫീ സഖീഫ് കദ്ദാബുൻ വ മുബീർ. സഖീഫ് ഗോത്രത്തിൽ ഒരു മഹാകള്ളനും ഒരു മഹാപരാക്രമിയും ട്രാക്കുളയും വരുമെന്ന് നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പ്രവചിച്ചിരുന്നു. അമ്മൽ കദ്ദാബു ഫഖദ് റഅയ്നാഹ, ആ കള്ളനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആരാണ്? മുഖ്താർ ഇബ്നു ഉബൈദ് സഖഫി, സഖീഫ് ഗോത്രക്കാരനായ ഒരാൾ കള്ളപ്രവാചകനായി രംഗപ്രവേശനം ചെയ്തിരുന്നു. അവനാണ് നിങ്ങൾക്കറിയാം. അമ്മൽ മുബീറു ഫമാ ഇഖാലുക ഇല്ലാ ഇയ്യാഹു, എന്നാൽ സഖീഫ് ഗോത്രത്തിലെ രക്തം കുടിയൻ അത് നീ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിക്കുന്നു എന്ന് അസ്മാ റളിയല്ലാഹു പറഞ്ഞു. തൂക്കി പിടിക്കാൻ പോയ ആള് വായം പൂട്ടിയിട്ട് അവിടുന്ന് തടി സലാമത്താക്കി. ഹജ്ജാജ് ഇത് 100-ാം വയസ്സിലാണ്, അന്ധയായതിനു ശേഷം കണ്ണ് കാണാത്ത അവസ്ഥയിലാണ് അവർ മരണപ്പെട്ടത്. റളിയല്ലാഹു അൻഹു. ഒരുപാട് ചരിത്രങ്ങൾ അവർക്കുണ്ട്. അതൊക്കെ പിന്നെ അവരുടെ ചരിത്രം പറയുമ്പോഴൊക്കെ പറയേണ്ടതാണ്. ഇതാണ് ഖതീലയിലുള്ള ഒരു മകൾ. രണ്ടാമത്തെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബ്ദുള്ളയാണ്. അദ്ദേഹം മുസ്ലിമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തിന് ശേഷം 40-ാമത്തെ ദിവസം അദ്ദേഹം മരിക്കുകയും ചെയ്തു. അതായത് തായിഫ് യുദ്ധത്തിലോ മറ്റോ അദ്ദേഹത്തിന് അമ്പ് കൊള്ളുകയും അതിന് പരിക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏറെ വൈകാതെ അദ്ദേഹം മരിക്കുകയും ചെയ്തു, അബ്ദുള്ള. അപ്പോൾ ഇതാണ് ഖതീല എന്ന് പറയുന്ന ഭാര്യയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്ന 2 മക്കൾ. പിന്നീട് അവരുടെ മരണശേഷമായിരിക്കാം അബൂബക്കർ കല്യാണം കഴിച്ചതാണ് ഉമ്മു റൂമാൻ എന്ന മഹദിയെ. അവരുടെ കുട്ടികളാണ് ഒരാണും ഒരു പെണ്ണും. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ മണവാട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, ഒരു മകൾ. അവരെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ല, നമുക്കെല്ലാവർക്കും അറിയാം. രണ്ടാമത്തേത് അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ. അദ്ദേഹം വളരെ വൈകിയാണ് മുസ്ലിമായത്. ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ്. ബദർ യുദ്ധത്തിൽ ബാപ്പാക്കും റസൂലിനുമെതിരെ അദ്ദേഹം പോരാടിയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് മുസ്ലിമായത്. പിന്നീട് അദ്ദേഹം ഇസ്ലാമിന്റെ കൂടെ ഏറ്റവും വലിയ പോരാളിയായി പങ്കെടുത്തു. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ ഖാലിദ് ബിൻ വലീദിന്റെ കൂടെ യമാമ യുദ്ധത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത മഹാനാണ്. വിശ്വാസിയായതിനു ശേഷം ബാപ്പാന്റെ കൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കഥ, ഉപ്പ ബദറിൽ വെച്ച് ഞാൻ നിങ്ങളെ പല പ്രാവശ്യം കണ്ടിരുന്നു വാളിന്റെ അടുത്ത്, പക്ഷേ ബാപ്പ ആയതുകൊണ്ട് ഞാൻ വിട്ടതാണ്. അബൂബക്കറിന്റെ മറുപടി, എടാ ഒരിക്കൽ പോലും നിന്നെ ഞാൻ കണ്ടില്ലല്ലോ, കണ്ടിരുന്നുവെങ്കിൽ നിന്റെ തല ഇപ്പോൾ ഉടലും ഉണ്ടാകുമായിരുന്നില്ല. സത്യത്തിലുള്ള വാക്കാണ്. നിന്നെ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ വിട്ടേക്കുമായിരുന്നില്ല. അതാണ് എൻ്റെ ദീനിനോടുള്ള കൂറ്, നിങ്ങളുടെ കുഫറിനോടുള്ള നിങ്ങളുടെ പ്രതിപത്തി അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വ്യക്തമാക്കി കൊടുക്കുകയാണ്. അപ്പൊ എത്ര ഭാര്യമാരായി? 2. മൂന്നാമത്തേത് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും സ്നേഹം ഉണ്ടായിരുന്നതും ചെറുപ്പക്കാരിയും അവരായിരുന്നു. മരിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണവേളയിൽ വസിയത്ത് ചെയ്തത് അസ്മയോട് കുളിപ്പിക്കാനാണ്. അത് ഈ അസ്മാ ബിൻത് ഉമൈസാണ് റളിയല്ലാഹു അൻഹ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവർ അതേപോലെ പ്രശസ്തന്റെ ഭാര്യയായിരുന്നു. അത് ജഅഫർ ബിൻ അബി ത്വാലിബ്, ജഅഫർ തയ്യാർ. അവരുടെ വഫാത്തിന് ശേഷം, ഷഹീദായതിനു ശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ വിവാഹം ചെയ്യുന്നത്. അബൂബക്കറിന്റെ മരണശേഷം അവരെ കല്യാണം കഴിക്കുന്നത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയാണത്. പുനർവിവാഹം, വിധവാ വിവാഹം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു സംഗതിയാണ്. വിവാഹം എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ എളുപ്പമുള്ളതാണ്.
നിക്കാഹും അതേപോലെ തന്നെ സംരക്ഷണ ഉത്തരവാദിത്തമുള്ള വളരെ സിമ്പിളായ ഒരു സംഗതിയാണെന്ത് നിക്കാഹ് എന്ന് പറയുന്നത്. തലാഖും അങ്ങനെ തന്നെയാണ് ഇസ്ലാമിൽ. ഒരാൾക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ ഗ്യാസ് പൊട്ടിച്ച് കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ ഇദ്ദ ആചരിച്ചുകൊണ്ട് പിരിയുകയും ചെയ്യാം. ഇതാണ് മൂന്നാമത്തെ ഭാര്യ. അവർക്ക് ജനിച്ച മകനാണ് മുഹമ്മദ് ബിൻ അബൂബക്കർ സിദ്ദീഖ്. ഒരു മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ പ്രസവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹജ്ജത്തുൽ വദായിലേക്ക് പുറപ്പെടുമ്പോൾ ദുൽഹുലൈഫയിൽ എത്തിയ സമയത്താണ്. അവിടെ വെച്ച് മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ദുൽഹുലൈഫയിൽ എത്തിയപ്പോൾ കേൾക്കണ വാർത്ത ഇഹ്റാമിൽ പ്രവേശിച്ചു. പല ആളുകളും ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല. അസ്മ പ്രസവിച്ചിട്ടുണ്ട്. ആരെ? മുഹമ്മദ് ബിൻ അബൂബക്കറിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ വിധികളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അവസാനമായി കല്യാണം ചെയ്തത് ഹബീബ ബിൻതു ഖാരിജ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ 4 ഭാര്യമാരായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അവരിൽ അബൂബക്കർ സിദ്ദീഖ് അൻഹു മരിക്കുന്ന സമയത്ത് അവർ ഗർഭിണിയായിരുന്നു. ഉമ്മു കുൽസൂം എന്ന ഒരു പെൺകുട്ടിയാണ് അതിൽ ജനിച്ചത്. അപ്പോൾ എത്ര മക്കളായി? 4 ഭാര്യമാരും 6 മക്കളും. 6 മക്കളിൽ 3 ആൺകുട്ടികൾ, 3 പെൺകുട്ടികൾ. ഇതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. കുടുംബത്തിന് ഇനി ബാക്കിയുള്ളവരും ഇവിടെ മുഹമ്മദ് ബിൻ അബൂബക്കറിനെ പറഞ്ഞു, അതേപോലെ അബ്ദുല്ലാഹി ബിൻ സുബൈർ, ഇവരൊക്കെ പേരക്കുട്ടികളാണ്. ആരുടെ? പിന്നെ അബൂബക്കർ സിദ്ദീഖ്. അവരൊക്കെ സഹാബിമാരും മുസ്ലിങ്ങളുമാണ്, അല്ലേ? സഹാബിമാരുമായിരുന്നു. അപ്പോൾ അബൂ ഖുഹാഫയും അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖും അവരുടെ മക്കളും പേരക്കുട്ടികളുണ്ടായിട്ടില്ലെങ്കിൽ അവരും 4 തലമുറ എന്തായിരുന്നാലും മുസ്ലിമാരും അതായത് സഹാബിമാരുമായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ മുസ്ലിം തന്നെയാണ്. പുറത്താവുന്ന ഒരു പ്രശ്നം അവിടെ ഇല്ലല്ലോ. അൽഹംദുലില്ലാഹ്. ഇതാണ് അദ്ദേഹത്തിന്റെ കുടുംബപരമായ പശ്ചാത്തലം. അദ്ദേഹത്തിന്റെ സ്വഭാവപരമായ കാര്യങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശരീരത്തിന്റെ പ്രത്യേകത നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അബൂബക്കറിനെ കാണുന്നത് ഏത് രൂപത്തിലായിരിക്കും? ഈ അറബിയിലൊക്കെ ഒരുപാട് മുസൽസലാത്ത് ഉണ്ട്. മുസൽസലാത്ത് പറഞ്ഞാൽ പിന്നെ സീരിയല്, സിനിമ, നാടകം. അതിലൊക്കെ അബൂബക്കർ സിദ്ദീഖിനൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫിനൊക്കെ അവതരിപ്പിച്ച അവരുടെ പ്രസംഗങ്ങളും യുദ്ധങ്ങളൊക്കെ കോലം കെട്ടി ആടിയ ആൾക്കാരുണ്ട്. ആ രൂപമൊന്നുമല്ല അവർക്കുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മെലിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. ഏറ്റവും മെലിഞ്ഞ മനുഷ്യൻ. ഒത്ത വലുപ്പം, കുറിയാളുമല്ല നീളം കൂടിയാളുമല്ല. അറബി മൂക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വാള് പോലെ നീണ്ട മൂക്ക്, അവസാനം ലേശം വണ്ണം കൂടിയത്, തടിച്ചത്. മഹറൂക്കത്തൽ വജ്ഹ്, മുഖത്ത് അല്പം പോലും മാംസം ഇല്ലാത്ത മെലിഞ്ഞ മുഖം, നീളം കൂടിയ മൂക്ക്, ഉള്ളിലേക്ക് താഴ്ന്നു പോയ കണ്ണ്, പുറത്തേക്ക് ഉന്തിയ നെറ്റി. കാരണം മെലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചും ആ രൂപത്തിലായിരിക്കും. അവസാന കാലഘട്ടത്തിൽ നരച്ച താടി, അത് പിന്നെ മൈലാഞ്ചി കൊണ്ട് ചമ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഗോൾഡൻ കളറായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന താടി രോമങ്ങൾ. സഹായമാർ വളരെ ശരിയായ ചരിത്രത്തിൽ കാണാൻ പറ്റും. വളരെ മെലിഞ്ഞ പിന്നെ ഈ തൊട, അല്പം പോലും മാംസമില്ലാത്ത രൂപത്തിൽ മെലിഞ്ഞ തൊടയായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തുണി നിൽക്കാത്ത ബെല്ല്, ബാക്ക് ഭാഗം അല്പം പോലും മാംസമില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അരയിൽ തുണി ഉടുത്താ നിൽക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് എന്ത്? റസൂലുള്ളാഹി പറഞ്ഞു, മൻജറ സൗബഹു ഖുയലാ ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചയച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അള്ളാഹു അവനെ നോക്കുകയില്ല. അപ്പൊ അബൂബക്കറിന്റെ ചോദ്യം, അള്ളാഹിന്റെ റസൂലെ, എന്റെ വസ്ത്രത്തിന്റെ ഒരു തല എപ്പോഴും ഇങ്ങനെ പോകും, എന്താ കാരണം? അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല, ഇത് നിൽക്കാത്തതുകൊണ്ടാണ്. തുണി എത്ര എടുത്താലും നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ രൂപത്തിലുള്ള ശരീരപ്രകൃതി ആയതുകൊണ്ടായിരിക്കാം അരയില് അത് താബീങ്ങൾ തന്നെ പറഞ്ഞു കാണാൻ പറ്റും. ആ രൂപത്തിലായിരുന്നു. തുണി പലപ്പോഴും ഇങ്ങനെ കീഞ്ഞു പോകാറുണ്ടായിരുന്നു ശരീരം മെലിഞ്ഞ കാരണത്താൽ എന്ന് അദ്ദേഹത്തിന്റെ ശാരീരിക രൂപങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവസ്ഥ. നമ്മളെപ്പോലെ 4 ആൾക്കാർ ഉയർത്തിയാലും പൊങ്ങാത്ത രൂപത്തിലുള്ള തടിയന്മാരോ പിന്നെ ആളൊന്നുമല്ല. ഈ മെലിഞ്ഞ ശരീരക്കാരനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ ഉസാമത്ത് ബിൻ സെയ്ദിനെ വിട്ടുകൊണ്ട് തബൂക്കിലേക്ക് വിട്ടുകൊണ്ട് പേർഷ്യക്കാരെ വിറപ്പിച്ചത്. അബൂ ഉബൈദൽ ജറാഹിന്റെ നേതൃത്വത്തിൽ റോമക്കാരെ ഞെട്ടിച്ചത് ഈ മെലിഞ്ഞ മനുഷ്യനാണ്. അതേപോലെ അറേബ്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അറിഞ്ഞതോടുകൂടി മുർത്തദ്ദായി പോയ കിങ്കരന്മാരായ പല ഗോത്രക്കാരെയും പിടിച്ച് ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നത്. ഇസ്ലാമിക ലോകത്ത് മുഴുവൻ വീണ്ടും ബയ്യത്തും ഖിലാഫത്തും തിരിച്ചു കൊണ്ടുവരികയും
സമാധാനം നടപ്പാക്കുകയും ചെയ്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു കുട്ടിയെപ്പോലെ ഇരുന്ന് കൊടുത്തത് ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടിട്ടാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങള് ഏറ്റവും നല്ല മനുഷ്യത്വം ഉള്ള വ്യക്തി, ഏറ്റവും നല്ല സ്വഭാവക്കാരൻ, ഏറ്റവും നല്ല ആർദ്ര മനസ്കൻ, അതോടൊപ്പം ഏറ്റവും നല്ല ഷുജാഅത്ത്, ധീരൻ, ഒരേ സമയവും എല്ലാ നല്ല ഗുണങ്ങളും അടങ്ങിയ വ്യക്തിയാണ്. മക്കയിൽ ആദ്യകാലത്ത് മുസ്ലിമീങ്ങളെ കാഫിറുകൾ, ഖുറൈശികൾ ഒരുപാട് ഉപദ്രവിച്ചു. അവരുടെ ഉപദ്രവം സഹിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഹിജ്റ പോകാൻ അനുവാദം നൽകി. പിടിച്ചു നിൽക്കാൻ പറ്റാതെയായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഹിജ്റ പുറപ്പെട്ടു. എങ്ങോട്ട്? അബിസീനിയ എന്ന് അറിയപ്പെടുന്ന എത്യോപ്യയിലേക്ക്. ഹബശ എന്നാണ് അറബിയിൽ പറയുക. വഴിയിൽ വെച്ച് ഇബ്നു ദുഗന അദ്ദേഹത്തെ കണ്ടു. മക്കയിലുണ്ടായിരുന്ന വേറൊരു കുബേരനാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങോട്ടാ പോണത്? അപ്പൊ അബൂബക്കറിന്റെ മറുപടി, മക്കയിൽ ജീവിക്കാൻ പറ്റാതെയായി, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നാട് വിട്ടു പോവാണ്, ഹബശയിലേക്ക് പോവാണ്. ഉടനെ ഇബ്നു ദുഗനയുടെ മറുപടി, നിങ്ങളെപ്പോലത്തെ ആളില്ലാത്ത ഒരു രാജ്യത്തിന്റെ കഥ എന്തായിരിക്കും? ഇന്നക ലാ തഹ്മിലുൽ കല്ല വതുഈനു അലാ നവായിബിൽ ഹഖി വതക്സിബു ലിൽ മഅദൂമി വൽ അറാമിൽ. നിങ്ങൾ അശരണർക്കും അനാഥർക്കും അഗതികൾക്കും വേണ്ടി പണിയെടുക്കുന്നവനാണ്. നിങ്ങളുടെ വരുമാനം ആർക്കാണ്? ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണ്. നിങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കുന്നവനാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തി മക്കയിൽ നിന്ന് പോകാൻ പാടില്ല. അദ്ദേഹം തിരിച്ചു മക്കയിലേക്ക് തന്നെ അബൂബക്കർ സിദ്ദീഖിനെ കൊണ്ടുവന്നു. അപ്പൊ അന്നത്തെ രാഷ്ട്ര നിയമം അനുസരിച്ച്, ജവാസാത്തിന്റെ നിയമം അനുസരിച്ച് ഒരാൾ ഒരു നാട് വിട്ടാൽ അയാളുടെ പൗരത്വം ക്യാൻസലായി, പിന്നെ തിരിച്ചു വരാൻ പറ്റൂല. പിന്നെ തിരിച്ചു വരണമെങ്കിൽ ആരുടെയെങ്കിലും കഫാലത്തിലേ വരാൻ പറ്റുള്ളൂ. ഉടനെ ഇബ്നു ദുഗന അദ്ദേഹത്തിന്റെ മക്കളെയും കൂട്ടി കഅബയുടെ അടുത്ത് വന്നു. എന്നിട്ട് പ്രഖ്യാപിച്ചു, അബൂബക്കർ സിദ്ദീഖിന് ഞാൻ അഭയം നൽകിയിട്ടുണ്ട്, ഒരാളും അബൂബക്കർ സിദ്ദീഖിനെ കയ്യേറ്റം ചെയ്യാൻ പാടില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പരിപാടി തന്നെ ആരംഭിച്ചു. അതെന്താണ്? ഇബ്നു ദുഗന ഒരു കരാറ് വെച്ചിരുന്നു, ഇനി പ്രബോധനം പാടില്ല, ദഅവത്തിന് പരസ്യമായി നടത്താൻ പാടില്ല. അപ്പൊ അത് അംഗീകരിച്ചു. പിന്നെ അദ്ദേഹം ചെയ്തത്, വീടിന്റെ അടുത്തൊരു പുരയുണ്ടാക്കിയിട്ട് അവിടെയാണ് നിസ്കാരം. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അദ്ദേഹം ദീർഘമായി പാരായണം ചെയ്യും. ഈ പാരായണം കേൾക്കാൻ വേണ്ടി അയൽപക്കത്തുള്ള സ്ത്രീകളും കുട്ടികളും ഒത്തുകൂടാൻ തുടങ്ങി. ഉടനെ ഖുറൈശികൾ ഇബ്നു ദുഗനെ എടുത്തിട്ട് വന്ന് പറഞ്ഞു, ഇബ്നു ദുഗന, നിങ്ങളുടെ കഫാലത്ത് ക്യാൻസൽ ചെയ്യണം. നിങ്ങളുടെ കഫാലത്തിലുള്ള ഒരാളെ ഞങ്ങൾ കൊന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ അറേബ്യയിലെ ഏറ്റവും സ്ഥാനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഒന്നുകിൽ അബൂബക്കറിനോട് മിണ്ടാതെ വീട്ടിലിരിക്കാൻ പറയുക, അതല്ലെങ്കിൽ നിങ്ങളുടെ കഫാലത്ത് എന്ത് ചെയ്യുക, സംരക്ഷണം ക്യാൻസൽ ചെയ്യുക. ഉടനെ ഇബ്നു ദുഗന അബൂബക്കർ റളിയല്ലാഹു അൻഹു സമീപിച്ചിട്ട് പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള കരാറ് നിങ്ങൾ ലംഘിച്ച രൂപത്തിലാണ്. നിങ്ങളുടെ ഈ പാരായണം ദൈവത്തിലേറെ ശക്തമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ നിസ്കാരത്തിലുള്ള ഉറക്കത്തിലുള്ള പാരായണം നിങ്ങൾ അവസാനിപ്പിക്കണം. ഉടനെ അബൂബക്കറിന്റെ മറുപടി, നിങ്ങളുടെ കഫാലത്തും സംരക്ഷണവും നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളൂ, എനിക്ക് അള്ളാഹുവിന്റെ സഹായവും കഫാലത്തും മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സംരക്ഷണം തിരിച്ചേൽപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഖുറൈശികളിലെ ഏറ്റവും തറവാട് അറിയുന്ന വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതായത് ഒരു വ്യക്തിയെ കേട്ടാൽ അയാൾ ഇന്ന വ്യക്തിയുടെ മകനാണ്, ഇന്ന ഗോത്രക്കാരനാണ്, അയാൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം ഇന്നതാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള വ്യക്തി. അറബികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 ഉപ്പാപ്പമാരുടെ പേരും പിതാമഹന്മാരുടെ പേരും അതേപോലെ ബാക്കിയുള്ളവരുടെയൊക്കെ പേരുകളും തറവാടുകളും ഒക്കെ അവർക്ക് അറിയായിരുന്നു. അവരുടെ അതറിയുക എന്നുള്ളതല്ല പ്രധാനം, നമ്മൾ വിചാരിക്കും പോലെ അവരുടെ സാമൂഹ്യ നിലവാരം അറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അറബികളെ മുഴുവൻ അറിയുന്ന വ്യക്തിയായിരുന്നു ആര്? അവരുടെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വുഫൂദുകൾ വരുമ്പോൾ, ഇന്ന നാട്ടിലുള്ള ആളുകൾ വരും, അവർ റസൂലിനെ കാണാൻ വേണ്ടി അനുമതി ചോദിക്കും. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറയും, അത് ഇന്ന ഗോത്രക്കാരനാണ്, ആ ഗോത്രത്തിൽ ആ വരുന്ന വ്യക്തി ഇന്ന പദവി വഹിക്കുന്ന വ്യക്തിയാണ്, അയാൾ ഇന്ന സ്ഥാനക്കാരനാണ് എന്നൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുൻകൂട്ടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കാറുണ്ടായിരുന്നു. ശരിക്കും ആരായിരുന്നു? ഒരു വസീറും, അതേപോലെ വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രിയും ഒരു സെക്രട്ടറിയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. അല്ലാതെ വെറുതെ ഒരാളെ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിയാക്കിയതല്ല. അബൂബക്കറിന്റെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയത്തിലും
കച്ചവടത്തിലും ബിസിനസ്സിലും ഒക്കെ ഏറ്റവും നല്ല സമ്പന്നനായിരുന്നു അദ്ദേഹം മുസ്ലിമായ സമയത്ത്. പിന്നീട് മരിക്കുന്ന വേളയിൽ 6000 ദിർഹം കടം ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങിയതെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് അറേബ്യയിലെ ഏറ്റവും വലിയ വ്യാപാരികളുടെ കൂട്ടത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശേഷണങ്ങൾ ഇതൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഇബാദത്ത് ഒരു സഹാബിയും എത്താത്ത തരത്തിൽ അദ്ദേഹം ഇസ്ലാമിലെ ജീവിതത്തിൽ പാലിച്ചു എന്ന് പറയാൻ പറ്റും നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബിമാരോട് ചോദിക്കുകയാണ് രാവിലെ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമൻ, ഇന്ന് നോമ്പുള്ളത് ആർക്കൊക്കെയാണ്? അബൂബക്കറിന്റെ മറുപടി, ഞാൻ നോമ്പ് പിടിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, മൻ ആദ മിൻകുമുൽ യൗമ മരീദൻ, ഇന്നൊരു രോഗിയെ സന്ദർശിച്ചതാരാ? അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അബൂബക്കർ പറഞ്ഞു, ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. മൻ തസദ്ദഖ മിൻകുമുൽ യൗമ മിസ്കീനൻ, ഇന്നൊരു ദരിദ്രന് സദക്ക നൽകി ആരുണ്ട്? അബൂബക്കറിന്റെ മറുപടി, ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഈ 3 കാര്യവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ദിവസം സംഭവിച്ചാൽ ഇല്ലാ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിലാണ്. ആ ദിവസം അദ്ദേഹം വാങ്ങിയ സ്വർഗമാണത്. ഇങ്ങനെ ഓരോ ദിവസവും അബൂബക്കറിൻ്റെത് ആ രൂപത്തിലായിരുന്നു എന്നുള്ളതാണ് സത്യം. പാരായണം ചെയ്താൽ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അദ്ദേഹം ദീർഘമായി പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇമാം എന്നാലല്ല, ആൾക്കാർ കാണുമ്പോഴല്ല, പിന്നെയോ രാത്രിയിലെ തഹജ്ജുദ് വേളയിൽ. അതുകൊണ്ട് ആ സ്വഭാവം അദ്ദേഹത്തിന് നമസ്കരിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നമസ്കാരവേളയിൽ അബൂബക്കറിന്റെ കരച്ചിൽ നിന്ന് ഉമറിന്റെ കരച്ചിൽ എനിക്ക് തിരിച്ചറിയുമായിരുന്നു. രണ്ടാളുടെയും തേങ്ങല് ഞാൻ കേട്ടിരുന്നു, എനിക്കത് തിരിച്ചറിയാമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗവേളയിൽ ഇമാമത്ത് നിർത്താൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖിനെ വിളിക്കാൻ പറഞ്ഞു. പറഞ്ഞത് ആയിഷയോടാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വിളിച്ചില്ല. ഹഫ്സയോട് പറഞ്ഞു, നിങ്ങൾ പറയും. ഹഫ്സ ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസ് കാണാൻ പറ്റും. നിങ്ങൾ റസൂലുള്ളാഹിനോട് പറയൂ, അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ ഖുർആൻ പാരായണം ചെയ്താൽ കരയും. സാധാരണ അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ്. അത് അള്ളാഹിന്റെ റസൂലിന്റെ മെഹ്റാബില് അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് പാരായണം ചെയ്താലോ അദ്ദേഹത്തിന് നമസ്കാരം പൂർത്തിയാക്കാൻ പറ്റൂല. അതുകൊണ്ട് ആരെങ്കിലും വേറെ വിളിക്കണമെന്ന് ഒന്ന് പറഞ്ഞു നോക്ക് ഹഫ്സ. ആരുടെ ശഫായത്ത്? ഉപ്പാനെന്ന് ഒഴിവാക്കി തരാൻ പറയേ ഇമാമത്തിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപദേശം. ഉടനെ ഹഫ്സ റളിയല്ലാഹു അൻഹ അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു, ഈ പറഞ്ഞ കാര്യം ആവർത്തിച്ചു. ഉടനെ റസൂൽ പറഞ്ഞു, മുറു അബൂബക്കർ ഫൽ യുസല്ലി ബിന്നാസ്, അബൂബക്കറിനെ വിളിക്ക്, ഇമാമത്ത് നിൽക്കാൻ പറയേ. പിന്നെ ഇത് ആവർത്തിച്ചു. അബൂബക്കർ കരയും റസൂലെ. റസൂൽ താന്റെ മറുപടി, എഴുന്നേറ്റ് പോയിന്റ് അടുത്തുനിന്ന്, അൻതുന്നല സവാഹിബത്തു യൂസുഫ്, നിങ്ങളെ ഏതാ മുതലുകള്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റിക്കാൻ നോക്കിയ ആൾക്കാരാണ്. ഇത് ലോകത്തുള്ള മുഴുവൻ ഭരണാധികാരികൾക്കും സാധാരണക്കാർക്കുള്ള നിർദ്ദേശമാണ്. എത്ര വലിയ ആളുടെ ഭാര്യയായിരുന്നാലും പണി എന്താ ചെയ്യുക? ഈ രൂപത്തിലുള്ള ഉപദേശങ്ങൾ കൊടുത്തേക്കാം. അതായത് മനുഷ്യന്റെ ദുർബല ഘട്ടത്തിൽ അവരെ തെറ്റിക്കാനുള്ള ഉപദേശം. അവർക്ക് എന്തറിയില്ല? ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയില്ല. ഈ ഇമാമത്ത് നിർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? അല്പം മണിക്കൂറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവാൻ പോവാണ്, അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷം. പിന്നീട് ആരാണ് ഖലീഫയാവേണ്ടത്? അബൂബക്കറാണ്. അത് കാണിച്ചു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതാർക്കറിയില്ല? ഈ പറഞ്ഞ ഉമ്മഹാത്തുൽ മുഅ്മിനീൻക്ക് അറിയില്ല. അതുകൊണ്ട് അവർ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് റസൂൽ എന്ത് പറഞ്ഞത്? എഴുന്നേറ്റ് പോയിന്റെ അടുത്തുനിന്ന് നിങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പോലും വഴിതെറ്റിക്കാൻ ശ്രമിച്ച ആളുകളാണ്. ഇത് ഭരണാധികാരികളും നേതാക്കന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീകള് നടത്തുന്ന തലയണ മന്ത്രം അത് കേട്ട് പ്രവർത്തിച്ചാൽ അവർ അപകടത്തിലേക്കായിരിക്കും പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക എന്താണ് ആ വിഷയത്തിൽ എന്ന് അവർ നല്ലതും പറയാം. റസൂലുള്ളാഹി സ്ത്രീകൾ പറഞ്ഞത് കേട്ട രംഗമുണ്ട്. നേരത്തെ ഹുദൈബിയ സന്ധിയിലൊക്കെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഉപദേശമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില വിശേഷണങ്ങൾ. അദ്ദേഹത്തിന്റെ ഹറാമ് വെടിയുന്നതിലുള്ള താല്പര്യം. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ കഫാലത്തിലുള്ള അദ്ദേഹം മോചിപ്പിച്ച ഒരു അടിമ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഭക്ഷണ സാധനം കൊടുത്തു. എന്തോ റൊട്ടിയോ എന്തോ കൊടുത്തു. തിന്ന് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇതെന്താണെന്നറിയോ? അപ്പോൾ ചോദിച്ചു, എന്താണത്? ഞാൻ ജാഹിലിയത്തിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് കഹാനത്ത് നടത്തി. കഹാനത്ത് എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യപ്പണി. അങ്ങനെ ജ്യോത്സ്യപ്പണിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ജ്യോത്സ്യമൊന്നും അറിയുമായിരുന്നില്ല. ഞാൻ വെറുതെ
അത് വരുന്നുണ്ട്, ഇവിടെ പോക്കുണ്ട് എന്ന് പറഞ്ഞതായിരുന്നു. ഇയാളത് വിശ്വസിച്ചു. പക്ഷേ പൈസ തരാൻ ആളടുത്ത് കാശുണ്ടായിരുന്നില്ല. അയാൾ ഇപ്പോൾ മുസ്ലിം ആയതിനു ശേഷം എന്നെ കണ്ടുമുട്ടി, അങ്ങനെ പഴയ കടം തീർത്തതാണ്, ഞാനതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങി തന്നതാണ്. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ മറുപടി കേൾക്കേണ്ട താമസം കൈ വയറ്റിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിച്ചു. ഭക്ഷണ സാധനം അവിടെ എത്തിയിട്ടുണ്ട്, കുടലിലേക്ക്, തൊണ്ടയിലേക്ക് കൈ അങ്ങോട്ട് അമർത്തിയപ്പോൾ സഹാബിമാർ പറയാണ് അദ്ദേഹം മരണപ്പെടുമെന്ന് ഞങ്ങൾ പേടിച്ചുപോയി. കുടല് അന്ന് വയറിലുള്ള മുഴുവൻ ദ്രാവകവും പുറത്തു വരുന്ന രൂപത്തിൽ അദ്ദേഹം ഛർദ്ദിച്ചു. ഞങ്ങൾ ഭയപ്പെട്ടു അദ്ദേഹം മരണപ്പെടുമെന്നുള്ളത്. കാരണം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എന്ത്? മഹറുൽ ബഗി ഹറാം, ഖബീസ്, ലൈംഗിക തൊഴിലാളികളുടെ കൂലി ഹറാമാണ്, ചീത്ത സമ്പാദ്യമാണ്, വേശ്യകളുടെ സമ്പാദ്യം, അവർ വാങ്ങുന്ന കാശ്. അതേപോലെ തന്നെ ഹുൽവാനുൽ കാഹിനി ഖബീസ്, ജ്യോത്സ്യപ്പണിക്കാരൻ വാങ്ങുന്ന കാശ്, ഈ നോട്ടക്കാരുണ്ടല്ലോ അവർക്ക് കൊടുക്കുന്ന കാശ് എന്താണ്? ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സമനുൽ കൽബി ഖബീസ്, പട്ടിയുടെ കൂലി, ഹറാമായ സമ്പാദ്യങ്ങളിൽപ്പെട്ട 3 കാര്യം റസൂൽ പറഞ്ഞതാണ്. ഏറ്റവും വൃത്തികെട്ട 3 സമ്പാദ്യങ്ങൾ: ഒന്ന് വ്യഭിചരിച്ചുണ്ടാക്കുന്ന കാശ്, പട്ടിയെ വിറ്റ് വാങ്ങുന്ന കാശ്, പിന്നീട് ജ്യോത്സ്യപ്പണി നടത്തിയിട്ട് വാങ്ങണ കാശ് എന്നറിയുന്നത് കൊണ്ട് അദ്ദേഹം അതിപ്പോൾ വയറിലെത്തിക്കഴിഞ്ഞില്ലേ, എന്താണ് ആദ്യം പറയണ്ടേ? വല്ലാത്തൊരു കഷ്ടമായി. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നീ എന്നെ പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞാണ് സാധാരണ മനുഷ്യന്മാരൊക്കെ പൊതുവെ രക്ഷപ്പെട്ടു പോകാൻ നോക്കും. ഇവിടെ അതല്ല, അദ്ദേഹം കുറ്റക്കാരനല്ല, വയറിലെത്തിയതിനു ശേഷമാണ് ഈ കാര്യം പറയുന്നത്. പക്ഷെ അങ്ങനെ ഹറാമായ ഒരു സമ്പാദ്യം അല്ലെങ്കിൽ ഒരു ഭക്ഷണം എൻ്റെ വയറ്റിലുണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധം കൊണ്ട് അദ്ദേഹം ഛർദ്ദിപ്പിച്ചു കളയാണ് ചെയ്തത്. ഇവിടെ അദ്ദേഹത്തിന് കിട്ടിയ ഹറാം എന്താണ്? ഹുൽവാനുൽ കാഹിൻ. ഹുൽവാൻ എന്ന് പറഞ്ഞാൽ ഹലുവ എന്താണ്? മിഠായി, സ്വീറ്റ്സ്, അങ്ങനെയാണ് അറിയപ്പെടുക. ഈ ഇതിനൊക്കെ കൊടുക്കുന്ന കാശ്, ഈ ജ്യോത്സ്യപ്പണിക്കാർക്കും മുസ്ലിയാക്കന്മാർക്കും കൊടുക്കുന്ന കാശിന്റെ പേരാണ് ഹുൽവാൻ. ടിപ്സ് കൊടുത്തതാണ്, അത് ജ്യോത്സ്യപ്പണിക്ക് ഹറാമാണ്. ജ്യോത്സ്യപ്പണി എന്താണ്? ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതിന്റെ ഷറഹിൽ ഇമാം നവവി പറഞ്ഞത് കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് അറാഫീകളുടെ കാശും. ആരാ? ജ്യോത്സ്യന്മാര്, കാഹിന്, ഭാവി പ്രവചിക്കുന്ന ആളുകള്. അതാണ് ആര്? കാഹിന്. നിങ്ങൾ കൈ നീട്ടിക്ക, ഈ വര അങ്ങോട്ടാ പോയിട്ടുള്ളത്, അതുകൊണ്ട് ഭാവിയിൽ ഒരു എഞ്ചിനീയർ ആവും, 10 റുപ്യ എന്നാ മതി. ഇതാണെന്ത്? കാഹിന്. എന്നാൽ അറാഫ് എന്ന് പറഞ്ഞാലോ, മൂപ്പര് ഭാവിയല്ല, ഭൂതം പ്രവചിക്കുന്ന ആളാണ്. അതായത് എൻ്റെ പേസ് വീണുപോയി, അതിനാളെടുത്തിട്ടുണ്ട്, എൻ്റെ കുട്ടിക്ക് അസുഖമായി, അതിനാൾ ചെയ്തതാണ്. ഇതാണ് ആരപണി? അറാഫികള്. എന്നിട്ട് ഇമാം നവവി ഇമാം ഖത്താബിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, മിസ്ലുഹു ഹുൽവാനുൽ അറാഫി, അറാഫികളുടെ കൈക്കൂലിയും ഇതേ രൂപത്തിലാണ്. വൽ അറാഫു ഹുവല്ലദീ യദ്ദഈ മഅരിഫത്തുൽ അശിയാഇൽ മസ്റൂഖ, കളവ് പോയ മുതല് അല്ലെങ്കിൽ കാണാതെ പോയ കുട്ടി, ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളുണ്ടാവുമല്ലോ. മോഷ്ടിച്ചു പോയ ബസ്, കാറ്, അതൊക്കെ കണ്ടെത്താൻ, സൈക്കിള്, അതൊക്കെ എന്നെ സ്ഥലത്തുണ്ട്, അതിന് 5 റുപ്യ എടുത്താൽ മതി, നമ്മളെ മുസ്ലിയാർ ഇത് ശരിയാക്കി തരും. അത് ഹറാമാണ് എന്നതിന് ഇതിൽ തെളിവുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളുടെ നാട്ടിലേക്കുള്ള ഒരു പരിപാടിയാണെന്ത്? ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാനൊക്കെ വലിയ പ്രയാസമാണല്ലോ. നമ്മുടെ ആൾക്കാർ പൊതുവെ ഏറ്റവും കുറുക്കൊഴിയാണല്ലോ. ബാങ്കിൽ പോകാൻ പ്രയാസം, അതിനെന്താ പണി? ഹുണ്ടി. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വലിയ പണിയുള്ള കാര്യമാണ്. ബാങ്കിൽ പോയി, സ്റ്റേഷനിൽ പോയി പരാതി പറയുക, പിന്നെ അതുകൊണ്ട് കൊടുക്കും. അത് പോയതിനെക്കാട്ടിലും വലിയ നഷ്ടം ഈ പരാതി പറഞ്ഞാൽ ഉണ്ടാവും. അതുകൊണ്ട് ഏറ്റവും നല്ല എന്താ ചെയ്യുക, പിന്നെ ഇപ്പോൾ പുതിയ ചാർജ് ഉണ്ടാവുമ്പോഴെങ്കിൽ 10, 5 പഴയ കാലത്ത് പറഞ്ഞതാണ്. ഇപ്പോൾ 50, 500 ആയിരിക്കും. അത് കൊടുത്താൽ അവർ പറയും അത് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചിട്ടും. ഇങ്ങനെ പറയണ വ്യക്തിയാണ് ആര്? അറാഫ്. അയാൾക്ക് കൊടുക്കുന്ന സമ്പാദ്യം ഹറാമാണ് എന്നാരാ പറഞ്ഞത്? ഉസ്താദുന ഇമാം നവവി. എന്നാൽ അദ്ദേഹം പിന്നീട് ഇമാം മാവർദിന്റെ ഒക്കെ അഭിപ്രായം ഉദ്ധരിക്കുന്നുണ്ട്. അവരാരും എതിർത്തിട്ടില്ല. ഇതൊക്കെ എന്തുപെട്ടതാണ്? ഹറാമായ സമ്പാദ്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഭാവി പ്രവചനക്കാരെ കാണാൻ പോകുന്നതോ, അത് അങ്ങനെ പോയാൽ തന്നെ 40 ദിവസത്തെ അമല് പോയി. ഒരു കൈനോട്ടക്കാരനെ കാണുകയാണ്, കൈ നീട്ടിക്കൊടുത്തു, വെറുതെ തമാശയ്ക്ക് മുമ്പ് പറയണമെന്ന് കേൾക്കാലോ. അങ്ങനെ ആരെങ്കിലും കൈനോട്ടക്കാരനെ സമീപിക്കുകയും സമീപിച്ചാൽ ലം തുഖ്ബൽ ലഹു സലാത്തു 40 യൗമ, 40 ദിവസത്തെ നിസ്കാരം ബാത്തിലായി, സ്വീകരിക്കൂല. വൈൻ സദ്ദഖഹു, അങ്ങനെ സമീപിച്ച അവനെ വിശ്വസിച്ചാലോ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, അല്ലാഹു റസൂലിൽ അവതരിപ്പിച്ച ഖുർആനിൽ, അതായത് ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ
ഇല്ലല്ലാ, അള്ളാഹ്ക്ക് മാത്രമേ ഗൈബ് അറിയൂ എന്ന ഖുർആനിന്റെ പ്രഖ്യാപനത്തിൽ കാഫിറാക്കിയവനാണ് ആര്? അങ്ങനെ അത് വിശ്വസിച്ചവൻ. പക്ഷെ നമ്മളിൽ ഭൂരിഭാഗം മുസ്ലിം സമൂഹത്തിൽ ഇപ്പം എന്താ ചെയ്യണത്? ഈ പണി നടത്തുന്നവരും അതിന് ചാനലുകളൊക്കെ ഉണ്ട്, ഓൺലൈനായിട്ട് ഇങ്ങനെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുക. അത് അനുവദനീയമായ സംഗതികളുണ്ട്. അതേപോലെ കാണാതെ മുതലൊക്കെ പിടിച്ചു കൊടുക്കുക. പോലീസുകാർക്കൊന്നും പിന്നെ പണി ഉണ്ടാവില്ല. ഈ തരത്തിലുള്ള പ്രവൃത്തിയും അതിന് വാങ്ങുന്ന കാശും ഹറാമാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ രൂപത്തിലൊക്കെ ആയിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ജീവിതം. ഏറ്റവും വലിയ സൂക്ഷ്മതയുള്ള ജീവിതം നയിച്ചവനും മാതൃകാ യോഗ്യനുമായിരുന്നു വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഇനി രാഷ്ട്രീയ ജീവിതത്തിലുമൊക്കെ എന്ന് നമുക്ക് ഇനിയുള്ള ഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള മഹാത്മാക്കളെ മാതൃകയാക്കി യഥാർത്ഥ മുത്തഖീങ്ങളും മുവഹിദീങ്ങളുമായി ജീവിക്കുവാൻ നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.